നമുക്കൊരു നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീടിനും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല കാര്യമാണ്. പിന്നെ നന്നായിട്ട് നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ ചിലർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ ഒരു നമ്മുടെ ഈ ഒരു സീരീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും കാണും. ഹലോ മൈ ഡാർലിങ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓണത്തിന് മുമ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ കരുതി ഒന്ന് കുന്തിരിക്കം പോക്കാന്ന് കരുതി. അന്ന് ഞാൻ സമ്രാണി ആയിരുന്നല്ലോ കത്തിച്ചത്, ഇന്നിപ്പോ കുന്തിരിക്കം പോക്കാന്ന് കരുതി. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒക്കെ വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. വോയിസ് ഓവർ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി തീരത്തില്ല. വൈകുന്നേരമാണ്, സമയം വന്നിട്ട് ഏകദേശം ഒരു 7:30 ആയിട്ടുള്ളൂ. എന്താണത് എന്റെ ചില പെർസെപ്ഷൻസ് ആണ്. ഞാൻ ഒരിക്കലും അത് ശരിയാവണമെന്നൊന്നും പറയത്തില്ല. പക്ഷെ എന്റെ ഫാമിലിയാണ് ഇപ്പൊ യൂട്യൂബ് ഇല്ലേ? നിങ്ങൾ എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ എന്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. ഫാമിലിയിൽ പോലും ആരും മൈൻഡിലാട്ടോ ഞങ്ങൾ. അപ്പൊ പിന്നെ പറഞ്ഞത് അപ്പൊ നമ്മളുടെ ഫാമിലി സെറ്റ് ആണ്. അപ്പൊ നമുക്ക് അതങ്ങനെ ഡിസ്കസ് ചെയ്യുന്നോണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്ക് ചില എന്താ പറയണത്, ചില ഇല്യൂഷൻസ് മേ ബി ഇല്യൂഷൻസ് അത്ര ഉണ്ടാവത്തുള്ളൂ. എന്നിരുന്നാലും ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിന് ഈ ചിരട്ട ഒന്ന് കത്തിക്കെട്ടി. ഈ ചിരട്ടയും ഞാൻ അത്ര ചർച്ചയല്ല. ആക്ച്വലി ഞാൻ ഈ ചിരട്ട ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഒരു കുഞ്ഞു ചിരട്ട പർച്ചേസ് ചെയ്തു. കാരണം ഞാൻ തേങ്ങ ചിരവിയത് വാങ്ങാറുള്ളല്ലോ. തേങ്ങ ചിരവണ ചിരവില്ല. പിന്നെ ചിരവിൽക്കിടാക്കാം തേങ്ങ അങ്ങനെ യൂസ് ചെയ്യാറില്ല ആക്ച്വലി. അപ്പൊ ഞാൻ ചിരട്ട കുറെ വാങ്ങിച്ചു. അപ്പൊ 1 ഇയർ മുമ്പാണ്. ഞാൻ 1 ഇയർ മുമ്പ് ഇതുപോലെ തന്നെ വീടിങ്ങനെ പ്യൂരിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിന്റെ അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചിരട്ട യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് ചിരട്ട എടുക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിൽ ഇവര് കത്താനൊക്കെ ഇത്തിരി പ്രയാസമുണ്ട്. അപ്പൊ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് ചിരട്ടയിൽ നമുക്ക് പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ കുന്തിരിക്ക് വിട്ടിട്ട് നമുക്ക് വീട് പുകയ്ക്കാം. അതിന്റെ കൂടെ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്കെല്ലാം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ചീത്ത ഒഴിച്ചിട്ട് വേറെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മക്കളെ. എനിക്കിപ്പോ ഇന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഫാമിലിയിൽ ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞതോണം നമ്മളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇടുന്ന കമന്റ്സ് ഡിലീറ്റ് ആയി പോകുന്നു പറഞ്ഞായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തോന്ന് ചോദിച്ചു. നെവർ എവർ കേട്ടോ. ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാറില്ല. നമുക്ക് പറ്റാത്ത കമന്റ്സ്, നമ്മളുടെ ചങ്ക്സ് അയക്കുന്ന ഒരു മെസ്സേജസും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇത് എന്താണെന്ന് അറിയത്തില്ല. മേ ബി യൂട്യൂബിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഡിലീറ്റ് ആയി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും തെറ്റൊന്നും വിചാരിക്കരുത്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തോളൂ. ഇതാണ് കാര്യം, ഒന്നുമില്ല. തന്നെ ഡിലീറ്റ് ആയി പോകുന്നതാണ് കേട്ടോ അത്. അപ്പൊ അതെ, നമ്മുടെ ചിരട്ട കത്തുന്ന ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇതിൽ കുന്തിരി കിട്ടിയിട്ട് നമുക്ക് ഇനി പുകച്ച് നടക്കുമ്പോൾ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം പോവാം വീഡിയോയിലേക്ക്. എന്തായാലും കത്തിത്തീരട്ടെ. അപ്പൊ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച കുന്തിരിക്കത്തിന് അത്ര സ്മെല്ല് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആദ്യം ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചിരട്ട കത്തിക്കല്. ഫസ്റ്റ് ടൈം. ഇപ്പൊ എനിക്കതിനെ പേടിയില്ല. കാരണം നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ ഞാൻ കത്തിച്ച് വെച്ച ആ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു. കുറച്ച് അകത്തി പിടിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൊട്ടും. പെട്ടെന്ന് ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതോടെ പിന്നെ പേടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോള് വാങ്ങാൻ കിട്ടും. എന്തായാലും പറയണത് കനല കോളില്ലേ, മറ്റേ വട്ടത്തിലുള്ള ഒരു ബ്ലാക്ക് കളറായി ഞാൻ എൻ്റെ അടുത്തത് ഉണ്ടായിരുന്നു. അപ്പൊ മിസ്സിങ് അറിയാൻ പറ്റും. കോള് വാങ്ങാൻ കിട്ടും കേട്ടോ. അറിയാത്തവരൊക്കെ അങ്ങനെ ചെയ്യാം. ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ കോളാണ് യൂസ് ചെയ്യാറുള്ളത്. അയ്യോ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കാത്ത വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഫ്ലാറ്റിന്റെ കാര്യം. ഈശ്വര, എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇപ്പോഴും അതിനൊരുപാട് മാപ്പ് പറയുന്നു. ആ ഒരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും കമ്മിങ് സൂൺ. അപ്പം ഇപ്പൊ ഞാൻ നമ്മുടെ ഇത് പറയാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാറ്ററിൽ നിന്ന് ഇങ്ങനെ മാറി പോകുന്നതെന്ന് തോന്നണല്ലേ. നമ്മ വീട്ടിൽ നോർമൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ പോരാ. അച്ചടിപാട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തത്. ഞാൻ ഇങ്ങനെ വളാന്ന് പറഞ്ഞു പറയും. അത് കേൾക്കുന്നവർ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതോടെ തന്നെ യൂട്യൂബേ വെറുത്തു. അപ്പൊ അതുകൊണ്ട് എനിവേ ഓക്കെ, എന്നെ ട്രോളാൻ ഞാൻ മതി. അപ്പൊ ഇതാണ്ടേ ഈ കുന്തിരിക്കം നല്ലതാണെന്നാണ് കടയിലെ ചേച്ചി പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിനോട് ചെന്ന് തിരിച്ച് പറയുകയും ചെയ്യും, കുന്തിരിക്കം കൊള്ളത്തില്ലായിരുന്നു ചേച്ചി, ആളെ പറ്റിക്കല്ലേ എന്ന്. അപ്പൊ നമുക്ക് കുന്തിരിക്കം പൊട്ടിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കുന്തിരിക്കം കൊള്ളില്ലായിരുന്നു കേട്ടോ. കുന്തിരിക്കൊക്കെ നമ്മൾ ശരിക്കും വാങ്ങേണ്ടതുണ്ടല്ലോ പള്ളികളുടെ അടുത്തുള്ള ഈ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ടാവും. പിന്നെ ടെമ്പിൾസിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ അവിടെ നിന്ന് വാങ്ങണം കുന്തിരിക്കവും കർപ്പൂരവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ.
പച്ചക്കറി എൻ്റെ ഓണത്തിൻ്റെ, അതിനെപ്പറ്റി ഞാൻ പിന്നെ വിശേഷം പറയാവേ. എനിക്കിത് കിടന്ന് കത്തിക്കോളും, കനലിൽ കിടന്ന് ആവട്ടെ, അതിൻ്റെ സ്മെല്ല് വന്നോളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എടുത്ത് വെക്കട്ടെ ചേച്ചി. ഇതിൻ്റെ ഒപ്പം എൻ്റെ കർപ്പൂരമൊക്കെ തീർന്നോ ഭർത്താവേ? ഇതൊക്കെ ഇതൊക്കെ എൻ്റെ ചില ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നതാണ്. ഇവരെല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരിക്കലും കളിയാക്കത്തില്ല കേട്ടോ ഇത്തരം കാര്യം. ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലാത്ത എൻ്റെ മക്കളൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. ഇതെന്തുവാ ഇവയാണ് പ്രത്യേകിച്ച് പറയാറുള്ളത്, ഇങ്ങനെയൊക്കെ എന്തിനാ ഇതൊക്കെ ഞാൻ തൊടിയിക്കത്തില്ല ഇവരെ. വേറെ നല്ല തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലമ്പാടി തരും, അതുകൊണ്ട് അവരെ തൊടിയിക്കാത്തത്. കർപ്പൂരം ഉണ്ട്. ഇതിലേക്ക് നമ്മളൊരു കർപ്പൂരവും കൂടി ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ ഇപ്പോഴും? ആരും ഒരിക്കലും എന്നോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനെന്തോ ആലുവ മണൽപ്പുറത്ത് പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പൊതുവെ ഞാനിടുന്ന ഡ്രസ്സുകളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അത് എത്ര വന്നാലും അത് എൻ്റെ വ്യക്തിപരമാണ്. അതിപ്പം എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾ, അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളതിൽ ആരെയും അത് അങ്ങനെ മോശമാണ് ഇത് നല്ലതാണെന്ന് എന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. വസ്ത്രം വെച്ചിട്ട് ആരും അളക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളുടെ ഓരോ കംഫർട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിട്ട് ബാഡ് കമന്റ് ഒന്നും അല്ല കേട്ടോ, അത് ഈസി ആയിട്ട് അത്രേ ഉള്ളൂ, സിമ്പിൾ. ചേച്ചിയുടെ രൂപം ഒന്ന്, പക്ഷെ ചേച്ചിയുടെ ചിന്തകൾ പഴകിയ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്ത് പറയാനാണ്, നമുക്ക് ഇനി എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ചില വിശ്വാസങ്ങൾ നമുക്ക് ചില വിശ്വാസം നമുക്ക് ഒരുപാട് സമാധാനം തരും. നമ്മുടെ മനസ്സിനെ നമുക്ക് സമാധാനമാക്കി ഇരുത്താൻ ഏത് ലെവലിൽ പറ്റുന്നുവോ ആ ലെവലിൽ നമ്മൾ പോകാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ മറ്റാരെങ്കിലും കാണുമ്പോൾ അവരങ്ങനെ വിചാരിക്കോ ഇവരിങ്ങനെ വിചാരിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ അങ്ങനെയുള്ളവർക്കാണെന്ന് കുറെ നാൾ കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നുന്നത്. ഞാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുറെ ഇതേപോലത്തെ തന്നെ കുറെ പഴകിയ ചിന്തകളും, കാരണം ഞാൻ ജീവിച്ചത് കുറെ പഴയ മനുഷ്യരുടെ കൂടെയാണ് എൻ്റെ കുട്ടിക്കാലമൊക്കെ. കാരണം എൻ്റെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെയാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഞാൻ എടുക്കുന്നു. പിന്നെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പുതിയ മനുഷ്യന്റെ കൂടെ, അതാണ് എൻ്റെ സാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ വസ്ത്രധാരണം, എൻ്റെ സംസാരം വേറെ രീതിയിലും ആയിപ്പോയത്. മേരി സാമിന് ആദ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷെ ഇഷ്ടമാണ് ആൾക്ക്. പക്ഷെ ആളും വളർന്നു വന്ന രീതി വേറെ ആയിരുന്നു. അവിടെ ഇങ്ങനത്തെ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇഷ്ടമാണ് ഇതൊക്കെ, അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ സപ്പോർട്ട് ചെയ്യണു. ദാറ്റ്സ് ഓൾ. വെച്ചിട്ട് നമുക്ക് പോയിക്കാൻ തുടങ്ങാം. നല്ല രീതിയിൽ പുകഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നു കേട്ടോ. ആ കർപ്പൂരത്തിന്റെയും പിന്നെ ആ ഒരു കുന്തിരിക്കത്തിന്റെയും ഒക്കെ നല്ല ഒരു എന്താ പറയണതിന്, എന്താ പറയുന്നത്, ഒരു വേർഡ് ഉണ്ടല്ലോ ഇവ, ആ ഒരു സ്മെല്ലിനെ പറയാം ഡിവൈൻ ഫീൽ. ഓക്കെ, ഡിവൈൻ ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും എന്നെ കണ്ടില്ലേ, സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ റൂമിൽ ചെന്നിട്ട് ഇത് പോയിക്കാൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇവ എനിക്ക് വീഡിയോ എടുത്ത് തരാനുണ്ട്. ഇവരുടെ ക്ലാസ് ഒക്കെ അടച്ചതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇവയാണ് എനിക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഞാൻ എടുക്കുന്ന വീഡിയോസ് ഒക്കെ എന്റെ കൈയും കാലൊക്കെ ആയിരിക്കും മിക്കവാറും ഫോക്കസ് ചെയ്യാറുള്ളത്. അത് വേറെ ഒന്നല്ല, ഞാൻ എടുക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് കേട്ടോ. ഇനി എന്തായാലും ഞാൻ കൂടുതൽ ചളി അടിക്കുന്നില്ല, നമുക്ക് ഇനി വീട് പ്യൂരിഫൈ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. Come on. കുറേ നാൾക്ക് മുന്നേ ഞാൻ റെഗുലറായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. നോട്ട് റെഗുലർലി, ഒരു വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തേങ്ങയുടെ എന്താ പറയുന്നത്, എന്താ അതിനെ പറയണത്, തേങ്ങയുടെ കോക്കനട്ട് ഷെൽസ് വന്നിട്ട് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. നമ്മുടെ വീട്ടിൽ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടിട്ട്. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിട്ട് കുന്തിരിക്കുമായിട്ട് കത്തിക്കാം. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഈ കാര്യത്തിന് ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ സംബ്രാണിയെങ്കിലും കത്തിച്ച് മൊത്തം പുകച്ചിടുമായിരുന്നു. എന്നിട്ട് വൈകിട്ട് നമ്മുടെ രൂപത്തിൻ്റെ ആ ഒരു നടയിലിരുന്ന് അല്ലെങ്കിൽ റൂമിലിരുന്നിട്ട് ബൈബിള് വായിക്കും. അല്ലെങ്കിൽ ഞാൻ കൊന്ത എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തത്ത പറയുന്ന പോലെ വെറുതെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അതിന് പകരം ഞാൻ എന്താ പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ലേ, നമ്മുടെ അപ്പനോടും അമ്മയോടും നമ്മൾ എന്താ പറയുക, നമ്മുടെ സങ്കടങ്ങൾ പറയും, നമ്മൾ ആ ദിവസം നടന്ന കാര്യങ്ങൾ പറയും, നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് അപ്പോൾ നമ്മൾ അവരെ സങ്കല്പിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു ബിഫോർ 2 months മുമ്പൊക്കെ ഞാൻ വളരെ, ഇപ്പോഴും ഞാൻ ഹാപ്പിനെസ്സിന് കുറവില്ല, വേറെ പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വീട്ടിൽ തുടരെ ഇങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അത്ര നല്ലൊരു സൂചനയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചു, കുട്ടികളാകുമ്പോൾ പനി വരും, അസുഖങ്ങൾ വരും, സമ്മതിച്ചു, അതെല്ലാം സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ കുട്ടികൾക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അസുഖം വരും, അവർക്ക് മരുന്ന് കൊടുക്കും, മാറും, അത്രേ ഉള്ളൂ. കാരണം എനിക്കറിയാം സെറയ്ക്ക് ഡസ്റ്റ് അലർജി ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവളുടെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി മാറിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതല്ല വരുന്നത്. വരുമ്പം സംഭവം
ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അവർ തന്നെ ചോദിക്കുന്നു ഹിസ്റ്ററി വല്ലതും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ. റിസൾട്ട് വരുമ്പോൾ വലിയ കാര്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. എന്താണെന്നുണ്ടെങ്കിലും എന്താ പറയുന്നത്, അൺനോൺ കേസസ് ആണ് വരുന്നത്. എന്താണെന്ന് ഇപ്പം ഓർഗാനിസം ആണെങ്കിലും കൾച്ചർ ചെയ്യുമ്പോഴാണെങ്കിലും അത് അൺനോൺ ആണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഇവയ്ക്ക് വന്നത്. പക്ഷെ അത് എന്താ പറയണത്, ഹൈലി സിവിയർ അല്ല. അത് സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ട് കുത്തി വിടുന്നത് പോലെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സെറയുടെ കേസുകളിലും സംഭവിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഇതാണെന്ന് പറഞ്ഞ് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കും. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ തുടരെ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അങ്ങനെ ഇല്ലായിരുന്ന ഒരു സാഹചര്യം ആകുമ്പം അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചില എന്താ പറയുന്നത് എനിക്ക് മനസ്സിൽ തോന്നുമ്പം എന്തോ തോന്നുന്നു എനിക്ക് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമുക്കത്ര ഹാപ്പി അല്ല, നല്ല കംഫർട്ടല്ല. എന്താ സംവെയർ ബാഡ് തിങ്സ് ഹാപ്പൻസ് എന്നുള്ളൊരു ഫീലിംഗ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ആ സമയങ്ങൾ അത് വേറെ നല്ല നമ്മുടെ പറഞ്ഞില്ല ആ ഒരു പ്രെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു എനർജിയാണ്. എന്താ പറയുക നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എനർജിയും ഉണ്ട്. നമ്മൾ ആ പോസിറ്റീവ് എനർജിയിൽ എത്രമാത്രം ഇപ്പം നമുക്ക് 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളുണ്ട്. നമ്മളുടെ പ്രവൃത്തി നന്നാക്കുക. നമ്മൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാം ഒരു പുറത്ത് പണിയെടുക്കുന്ന ഒരാൾക്ക് 24 മണിക്കൂർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വർക്ക് ചെയ്യുന്നൊരു വിമനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കങ്ങനത്തെ ഒരു സമയം ഉള്ളപ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഈശ്വരന് പോലും തോന്നുമായിരിക്കാം, ഈശ്വരനും തോന്നും ഇത് എന്നോട് അകന്നല്ലോ, എന്നോട് വലിയ അടുപ്പമൊന്നും ഇപ്പോൾ അവൾക്കില്ലല്ലോ എന്ന് തോന്നുന്നത് കൊണ്ടിട്ടായിരിക്കാം ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ, എന്നെ വേണ്ടേ എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ സമയമുണ്ടായിട്ടും നമ്മളത് ചെയ്യാതിരിക്കുമ്പം അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് നാളായി ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ മറ്റേ ഇതിൻ്റെ അന്ന് ചതുർത്ഥിയുടെ അന്ന് വിനായക ചതുർത്ഥി അന്ന് ഞാൻ ഗണപതിക്ക് വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തിയിരുന്നു. ലക്ഷ്മി ദേവിക്ക് ഞാൻ വിളക്ക് കൊളുത്താറുണ്ടായിരുന്നു ഒരു 1 to 2 months മുന്നേ. ഈശോയ്ക്ക് ഞാൻ രാവിലെ സമയങ്ങളിൽ പിള്ളേരെ പ്രാർത്ഥിപ്പിക്കുന്ന സമയത്ത് മറ്റേ എന്താ പറയുക ചന്ദനത്തിരി കത്തിച്ചിട്ടൊക്കെ ഞാൻ സ്കൂളിലേക്ക് വിടത്തുള്ളൂ. അത് മറ്റു കാര്യം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ ഇവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് പീരീഡ്സ് ആകുമ്പോൾ ചെയ്തുകൂടാ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെയാണ്, അത് പാടില്ല, അത്ര തന്നെ. കൂടുതൽ നമ്മൾ അവരെ ആരെയും ചോദ്യം ചെയ്യേണ്ട കാര്യവുമില്ല. നമ്മൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ഇതിൽ പറയും ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുക എന്നത്. അത്രേ ഉള്ളൂ സംഭവം. അപ്പം നമുക്കതുകൊണ്ടിട്ട് ഈ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ മാതാവിൻ്റെ അടുത്ത് നമുക്ക് റെഗുലർലി നമുക്ക് തിരികെത്തിക്കാം. അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ അതിപ്പോൾ ലക്ഷ്മി ദേവി അതേപോലെ തന്നെ അല്ലാണ്ട് തന്നെ നമ്മുടെ സരസ്വതി ദേവി അവിടെയൊക്കെ നമ്മൾ തൊടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ മന്ത്ലി പീരീഡ്സിൻ്റെ സമയത്തും നമ്മൾ അവരെ തൊടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് റെഗുലർലി ചെയ്യാറില്ല. അത് എനിക്ക് ആ ഒരു ഇത് വരുമ്പോൾ മാത്രമേ ഓക്കെ ആകുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. കുട്ടികൾ അങ്ങനെ അധികം ചെയ്യാറില്ല. ഇവ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഞാൻ വിട്ട് കളഞ്ഞു. ഞാൻ ചന്ദനത്തിരി പോലും കത്തിക്കൽ കുറവായി. ജസ്റ്റ് ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിച്ചിട്ട് വിടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഞാൻ മാറിപ്പോയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒരു നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി നമുക്കത് ഫീൽ ചെയ്യുന്നു സംഭവം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം വീണ്ടും ഇതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായി, ജസ്റ്റ് നല്ല 2-3 പ്രാവശ്യമാക്കിയിട്ട് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പണ്ട് പറഞ്ഞതല്ല എൻ്റെ വീട്ടിലൊരു വൈകിട്ടാകുമ്പോഴേക്കും വളരെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര പുകയും ഭയങ്കര പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഞാനിതുപോലെ ശബ്ദത്തിലല്ല പ്രാർത്ഥിക്കുന്നത്, സൈലൻറ്റ് പ്രെയർ ആണ്. അപ്പം ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് മാറുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു അത് നല്ലതല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുകളാവുന്നു. അതുകൊണ്ടിട്ട് നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ വരാറുണ്ടോ? അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളുടെ ഒരു പള്ളിയില്ലേ, എടപ്പള്ളി ചർച്ചുണ്ട്, സെയിൻറ്റ് ജോർജ് ഇടവക സെയിൻറ്റ് ജോർജ് ചർച്ച് എടപ്പള്ളി. അവിടെ ചെന്നിട്ടും ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും തുടരെ വയ്യാഴികകളും മനസ്സിന് അസ്വസ്ഥതകളും വരുമ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. സത്യം പറയട്ടെ, ഒരുപാട് ചേഞ്ചസ് ഞങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയുണ്ടായിരുന്നു, പള്ളിയിൽ പോവും, സാധാരണ എല്ലാവരുടെയും പോലെ പള്ളിയിൽ പോവും, വരും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് ഒന്നും ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഞങ്ങൾ ഇതുപോലെ നമ്മളുടെ രീതിയിൽ നമ്മൾ എന്താ പറയണത് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈശ്വരനായിട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ലൈഫിൽ ഒത്തിരി മിറാക്കിൾസ് സംഭവിച്ചിരുന്നു കേട്ടോ. പക്ഷേ മനുഷ്യരല്ലേ, ചില സമയത്ത് നമ്മൾ വിട്ടുപോകും ഇല്ലേ. മനുഷ്യരാണല്ലോ നന്ദികേട് കാണിക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും കൂടുതൽ. അപ്പോൾ അതായി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു റിമൈൻഡറായിട്ട് തന്നു, അത് പാടില്ല, എൻ്റെ അടുത്തുനിന്ന് പോവരുത്, എന്നോട് എപ്പോഴും അടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളിൽ കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പം ഇന്ന് തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എൻ്റേതായ എൻ്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അതായത് എൻ്റെ ലൈഫിൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു മെൻറ്ററുണ്ട്. മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് വെരി ഫേമസ് പേഴ്സൺ. അപ്പം അവരാണെന്നുണ്ടെങ്കിലും എന്നോട് ഞാൻ എപ്പോഴും അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മ മകൾ എന്നുള്ളൊരു ബന്ധമാണ്. ഒരു അമ്മയോട് മകൾക്ക് എന്ത് പറയാമോ അതെല്ലാം എനിക്ക് പറയാം. ആ ഒരു സ്വാതന്ത്ര്യവും അവിടെയുണ്ട്. അപ്പം അമ്മയായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. കാരണം എൻ്റെ നേച്ചർ ഇപ്പം എന്നെ അടുത്തുള്ളവർക്കറിയാം. വളരെ ചുരുക്കം ഫ്രണ്ട് സർക്കിളും എനിക്ക് ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. അത് ഞാൻ ജെനുവിനാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പം എല്ലാവർക്കും ഇഷ്ടം സ്വീറ്റ് വേർഡ്സ് പറയുന്നവരെയാണല്ലോ. സ്വീറ്റ് ഹണി പഞ്ചിനെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ പറയുമ്പം അത് വ്യക്തമായിട്ട് പറയുമ്പോൾ അത് മറ്റവർക്ക് ഭയങ്കര അധികം ഹേർട്ട് ആവാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രീതി എൻ്റെ ആ ഒരു എന്നിലുള്ള ആ ഒരു വീക്ക് പോയിൻ്റ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളത്. അപ്പം അമ്മ എപ്പോഴും പറയാറുണ്ട്, നീ എന്താണോ ആകുന്നത് അതുപോലെ ആയാൽ മതി, അല്ലാതെ കൂടുതലും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. ആ തെറ്റിലൊരു വലിയൊരു തെറ്റാണ് എന്നോട് ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞത്. നിൻ്റെ ഈ ചില കാര്യങ്ങളൊക്കെ നിൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, അതിൽ നിന്ന് പാടില്ല, യു ഷുഡ് ഹാവ് ടു റിട്ടേൺ ബാക്ക്, തിരിച്ച് നീ വരണം എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ടിട്ട് ഞാനീ പറഞ്ഞില്ല, അതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. വേറെ ഒന്നല്ല, നമുക്ക് ഭയങ്കര ഒരു സെൽഫായിട്ടൊരു സന്തോഷം നമുക്ക് തോന്നും. നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ ഞാനിങ്ങനെ ചെയ്യുമ്പം അത് ആൾക്കാർ കാണുമ്പം അതെന്ത് വിചാരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അവർ വിചാരിച്ചോട്ടെ. നമ്മളെന്തിനാ അവരുടെ വിചാരങ്ങൾ നോക്കുന്നത്? നമ്മളാരെയും നോക്കി ജീവിക്കേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ തെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പം താഴെ ചിലപ്പം കമൻസ് ഞാനിങ്ങനെ എൻ്റെ പ്രെയർ ഏരിയ കാണിച്ചപ്പം ഒരുപാട് കമൻസ് വന്നായിരുന്നു. ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതെല്ലാം എൻ്റെ വ്യക്തിപരമാണ്. അതിലൊന്നും കൈകടത്താനൊന്നും ഞാൻ ആർക്കും ഒരു അധികാരം കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് യൂട്യൂബ്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഒരു ഗ്ലാസ്സിൽ ഇത്തിരി കല്ലുപ്പിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഞാൻ റീസൺസ് ഇപ്പം ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്. ശരിക്കും കല്ലുപ്പിൽ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടും അതിന് അങ്ങനൊരു പവർ ഉണ്ട്. എന്തെങ്കിലും നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് കല്ലുപ്പിപ്പം അതിപ്പം ഞാൻ പറയുമ്പം വിചാരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിചാരങ്ങൾ മാത്രം ആയിരിക്കട്ടെ. നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറേയൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യത്തുള്ളൂ. ഇതിനപ്പുറത്ത് വിചാരമില്ലാതിരുന്ന ഒരാളായിരുന്നു ഞാനിപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് സെയിം തന്നെ. ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ വേളാങ്കണ്ണി പിന്നെ പള്ളികളിലൊക്കെ പോകുമ്പോൾ കല്ലുപ്പും കുരുമുളകും വെച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഈ സംഭവം. അപ്പം നമ്മൾ അതുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടൊരു മീൻ തന്നെ നമ്മുടെ നെഗറ്റീവ് എനർജിയെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പിന് കഴിവുണ്ട്. അത് പിന്നെ വിശ്വാസം, നമ്മൾ ചിലത് വിശ്വസിച്ച് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെതായ ഒരു എഫക്റ്റ് കാണും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനപ്പോൾ അതേ കല്ലുപ്പ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു കേട്ടോ. സത്യം പറയാൻ ഞാൻ ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് പോലും ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഐ നോ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നവരുണ്ടാകാം. പിന്നെ എനിക്ക് റേക്കി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഞാനത് റേക്കി പഠിക്കാനും ചാൻസ് ഉണ്ട്. എല്ലാം ചെയ്യണം. ഇപ്പോൾ സാമ നിർത്തി വരുമ്പം എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രീ ആവും. ഇപ്പം ഞാൻ ഒട്ടും ഫ്രീ അല്ല, ടോട്ടലി എൻഗേജ്ഡ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എനിക്കതിനിടയിൽ ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇത് എനിക്കില്ല. കാരണം നമ്മുടെ മൈൻഡ് വളരെ കോൺസെൻട്രേഷൻ അതിന് കൊടുക്കണം. വെറുതെ പഠിക്കുന്നതല്ല ഉള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും പഠിക്കുന്നത് ഒരു ബിസിനസ് മൈൻഡായിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് വേണ്ടി അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് ഞാൻ ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ അതേ കണ്ട കല്ലുപ്പ്, ഇത്രയും കല്ലുപ്പ് മതി കേട്ടോ. കല്ലുപ്പ് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഇപ്പം ഞാൻ ഡൈനിങ്ങിലാണ് വെക്കുന്നത് ഗ്ലാസ്സിൽ. അതിൽ വെച്ചേക്കുക. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ 3 ഡേയ്സിന് ഹൈ നെഗറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ സംഭവം മെൽറ്റ് ആയി തുടങ്ങും. ഓക്കെ,
പുറത്ത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മെൽറ്റാവും, ചൂടത്ത് കല്ലുപ്പ് മെൽറ്റാവും. ഞാൻ വീടിൻ്റെ അകത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ബെഡ്റൂമിലും തുടർച്ച കലഹങ്ങളും അടികളും പിടികളൊക്കെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. എഫക്റ്റ് ചേഞ്ച് കാണാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ. കുറ്റം പറയുന്നെങ്കിലും പറഞ്ഞോളൂ, ഞാനത് കേട്ടോളാം. കാരണം എനിക്കൊക്കെ ആദ്യമൊക്കെ പലരും പറഞ്ഞേക്കുമ്പോൾ ഞാൻ കരുതിയത് പ്രാന്ത് പറയുന്നു, ഇവർക്കൊന്നും വേറെ പണിയില്ലേ പോ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ നമ്മളിത് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും. പോസിറ്റിവിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്ന പോസിറ്റിവിറ്റി അല്ലേ. ആർക്കെങ്കിലും നമ്മളിപ്പോൾ പലരും തള്ളി പറഞ്ഞ് നമ്മൾ അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും നമ്മളങ്ങനെ നെഗറ്റീവ് അല്ലേ നമ്മൾ വലിച്ചു കയറ്റുന്നത്. അപ്പം നമുക്ക് ഒരാൾ ചെയ്തതുപോലെ ചെയ്ത് നമുക്കതൊരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഞങ്ങളുടെ ലൈഫിൽ വന്നു. ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാനിതൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരുപാട്. പക്ഷെ എല്ലാവരും ഒരിക്കലും നമ്മൾ കാശ് മുടക്കി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ. കല്ലുപ്പിനൊക്കെ 20 രൂപ 30 രൂപ അല്ലേ ആവത്തുള്ളൂ വലിയ പാക്കറ്റിന്. ഒരിക്കലും വളരെയധികം കാശും കാര്യങ്ങളൊന്നും മുടക്കി ഒരു ജോത്സ്യരെയും കാണാൻ പോവാതിരിക്കുക കേട്ടോ. അതൊക്കെ തട്ടിപ്പായിരിക്കും വെട്ടിപ്പായിരിക്കും, അതൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ നമ്മളുടെ ആ ഒരു പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ കുറേ സയന്റിഫിക് ആയിട്ടുള്ള കുറേ അർത്ഥങ്ങളുണ്ട്. അല്ലാതെ തന്നെ ടോട്ടൽ യൂണിവേഴ്സ് ആയിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളെവിടെ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എങ്ങനെയാണ് കാശൊന്നും മുടക്കത്തില്ല, 10 പൈസ തന്നെ ഞാൻ കൊടുക്കത്തില്ല, അതെനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യും. അത് ഇപ്പം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞാൻ കുറേ നാളായിട്ട് അത് വിട്ടുപോയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യാറുണ്ട്, പിള്ളേരുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകളൊക്കെ അവരുടെ ഇതിൽ കാണുന്നുണ്ട്. ഇപ്പം അതൊക്കെ ചേഞ്ചസ് വരുത്തണം. ഇനി നമ്മൾക്ക് അമ്മയ്ക്കല്ലേ പറ്റത്തുള്ളൂ. ഒരു അമ്മയ്ക്കല്ലേ കുഞ്ഞുങ്ങളെ എത്ര വന്നാലും നേരെയാക്കി അവരെ നമ്മുടെ ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നോക്കട്ടെ. അപ്പം അതൊക്കെയാണ്. പിന്നെ ഇപ്പം അടുത്തൊരു പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിന്നർ ലൈറ്റായിട്ട് കഴിക്കണം. അപ്പം അതിന് മുമ്പ് തന്നെ ഇപ്പോൾ പുറത്തേക്കൊന്നും പോലൊന്നുമില്ല. അപ്പം ഞാൻ പുറത്തും ഒരു സംഭവം ഞാൻ വെക്കുന്നുണ്ട്. അതും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഈ ബൗൾ ഒരിക്കലും ഞാൻ വീടിനകത്ത് കയറ്റി വെക്കാറില്ല, യൂസ് ചെയ്തിട്ട് പുറത്ത് തന്നെ വെക്കാറുള്ളൂ. ഞാൻ അടുത്തൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബൗൾ യൂസ് ചെയ്യരുതട്ടെ. യൂസ് ചെയ്യാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു പ്ലാസ്റ്റിക് ബൗൾ. ഇതിപ്പം ഞാൻ ബെസ്റ്റ് ബേക്കറിൽ പാലട വാങ്ങിച്ചു തിന്ന എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ. ഞാൻ ഇപ്രാവശ്യം 1 ലിറ്റർ പാലട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. മക്കളെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് പേടിയാവുന്നു എൻ്റെ പോക്ക് കണ്ടിട്ട്. സ്ട്രെസ് വന്നു. വേറെ ഒന്നുമല്ല, വേറെ ഒരു കാര്യം കൊണ്ടല്ല, പീരീഡ്സിന്റെ സമയത്ത് സ്ട്രെസ് വന്നു. അപ്പം ഞാനൊരു 500 ml പാലട ഞാൻ വാങ്ങിച്ചിട്ട് സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ സ്ട്രെസ് വന്നില്ല. ബെസ്റ്റ് ബേക്കറിൽ വെറുതെ പോയി. അപ്പോഴും ഞാനൊരു 500 ml പാലട തന്നെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ 1 ലിറ്റർ പാലട ഞാൻ കഴിച്ചല്ലോ. അപ്പോൾ ഓക്കെ, ഇത് പാലടയുടെ അതാണ്. മാറ്റിന്ന് കിട്ടുമല്ലേ. ഈ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. കുറച്ച് ഇത്തിരി മതി കേട്ടോ, അധികം വേണ്ട. കണ്ടോ, കുറച്ച് കല്ലുപ്പ്. ഇത് ഒട്ടും റീയൂസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് കൊള്ളത്തില്ല, റീയൂസ് ചെയ്യണ്ട. ദെൻ കുറച്ച് നമ്മളുടെ മഞ്ഞൾപ്പൊടി. മിക്സ് ചെയ്തു. മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പ്, വളരെ കുറച്ച് മതി. ക്ലോസ് ചെയ്യുക. നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നിട്ട് വെച്ചേക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അറിയാൻ പറ്റും, എന്നാലും ഞാൻ പറയാം. ഇതെന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് തന്നെ ചിലപ്പോൾ ചിലർ നമ്മൾ നോക്കുന്നത് ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കാം. പക്ഷേ 2 എനർജി ഉണ്ടല്ലോ, നെഗറ്റീവ് പോസിറ്റീവ് എനർജി എക്സിസ്റ്റിംഗ് ആണ്. നമുക്കറിയാം യൂണിവേഴ്സിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പം അത് കൊള്ളില്ലായിരിക്കാം ചിലപ്പോൾ. നമുക്ക് ചില എനർജികൾ നമ്മുടെ ബോഡിയിൽ വന്നാൽ, നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിൽ വന്നാൽ നമുക്കത് കൊള്ളത്തില്ലായിരിക്കാം. അത്തരം എനർജികളെ നമുക്ക് ഏകദേശം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനുപരി നമ്മളെല്ലാം ചെയ്യുമ്പം വിശ്വാസത്തോടെ ചെയ്യുക. അതിപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റി രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഹൈന്ദവരാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ചെയ്യും. നമ്മുടെ ഈ പ്രാർത്ഥന ക്രിസ്ത്യൻ ഹിന്ദു എന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടോ, ഇഷ്ടമുള്ള രീതിയാണ്, അത് നമുക്ക് ഫോളോ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ അങ്ങനെ രാത്രി സമയങ്ങളിൽ ഞാൻ സത്യത്തിൽ കണ്ടിന്യൂ ഡെയിലി ചെയ്തിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചെയ്യാറില്ല. ഞാനിപ്പോൾ 2-3 days ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ആ സംഭവം ഇപ്പോഴും ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. എന്നിട്ട് രാവിലെ ആകുമ്പം ജസ്റ്റ് നമ്മുടെ ഏരിയത്തിൽ, നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കല്ല, ടൈലിലേക്കാണ് ഞാൻ ഒഴിച്ചു കളയും. അപ്പം അതും
നമുക്കൊരു നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീടിനും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല കാര്യമാണ്. പിന്നെ നന്നായിട്ട് നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ ചിലർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ ഒരു നമ്മുടെ ഈ ഒരു സീരീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും കാണും, ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ വിചാരങ്ങൾ നമ്മൾ വിചാരിക്കാതിരിക്കുക. ആരെന്ത് വിചാരിച്ചാലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദോഷം ചെയ്യുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാവുന്നത്. നമ്മൾ ആർക്കെങ്കിലും എതിരായിട്ടോ ഒന്നും ചെയ്യേണ്ട, അതിനുള്ള ആൾക്കൂടി നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ഈശ്വരൻ കൊടുത്തോളും. നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതിപ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് എതിരഭിപ്രായങ്ങൾ വരാം, ഫാമിലിയിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ വരാം. പക്ഷെ ഞാനത് ഡോണ്ട് കെയർ ആണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളുടെ ത്രൂ ആർക്കെങ്കിലും ഒരു നല്ലത് വരുവാണെങ്കിൽ നമ്മുടെ അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം സാമാണ് കേട്ടോ, നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. വെറുതെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതൊരു കണ്ടന്റ് ബേസ് ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഈ പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊരു കണ്ടന്റ് ബേസ് ഒന്നും അല്ല. എനിക്ക് എന്തോ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്ര ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഇനിയിപ്പം ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടില്ല, ഇതായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ പച്ചക്കറികൾ കേട്ടോ. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ വഴുതനങ്ങയെല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ്, ഏകദേശം ശോകമായി തുടങ്ങി. അപ്പം ഇത് ഞാൻ എന്തെങ്കിലും മെഴുക്കുവരട്ടി നാളെ, ഇതിപ്പോൾ ഇന്ന് ബുധനാണ്, വെള്ളിയാഴ്ചയല്ലേ ഓണം, അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പം ഞാനിങ്ങനെ പച്ചക്കറികളൊക്കെ ഇനി എടുത്ത് വെച്ചിട്ട് ഞാൻ എന്തായാലും പിള്ളേർക്ക് ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്സിന് ഉപ്പുമാവോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം അതൊക്കെ ഉള്ളൂ. അപ്പം ബൈ. ഈ സീരീസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ലവ് യു. ബൈ. ഇതായിരുന്നു എനിക്ക് പണി കിട്ടിയത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്താ കാര്യമെന്ന് ഞാൻ പറയാവേ, ഇതെന്താ കാര്യം എന്ന് ആർക്കും അറിയത്തില്ല. അതാണ് കാര്യം, അതാണ് രസം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് പോലും എന്താ കാര്യമെന്ന് അറിയത്തില്ല. അതായത് കൊച്ചിനുണ്ടോ, കൊച്ചിന് ഇന്നിപ്പോൾ ചെറിയൊരു ഇച്ചിങ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. അവരുടെ സ്കിന്നിൽ കണ്ടില്ലായിരുന്നോ, കണ്ടോ? ഇതാണ് എസീമ അല്ല കേട്ടോ, എസീമയും കാര്യങ്ങളും ഒന്നുമല്ല. കണ്ടില്ലേ, ഇവിടെയും വന്നിരുന്നു. അതായത് കൊച്ചു ആക്റ്റീവാണ്, കൊച്ചിന് യാതൊരു ബ്രീത്തിങ് ഇഷ്യൂവോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റും എഡിമയോ ചുണ്ടിൽ നീരോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കിത് വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ വല്ല ഇഷ്യൂസ് ഉണ്ടോ, ഇഷ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിലാണ് ഞാനിപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. കാരണം രാത്രിയൊക്കെ ആയി കൂടിയിട്ടുണ്ടെങ്കിൽ പണിയാവുമല്ലോ. ഇതൊരു 5:30 ആയപ്പോഴാണ് തുടങ്ങിയത്. ഞാനൊന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന എന്നെ വിളിച്ചു നിർത്തി മോളെ തന്നെയാണ് കാണിച്ചത്. അമ്മ എനിക്ക് മുഖം ചൊറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പം ഇതാണ് സംഭവം. പിന്നെ അതിനുശേഷം ചൊറിച്ചിലൊന്നുമില്ല, പിന്നെ തടിച്ചു അങ്ങോട്ട് വരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒ പിയിലാണ് കൊണ്ടുപോയത്, എമർജൻസിയിലല്ല, ഒ പിയിലാണ് കൊണ്ടുപോയത്. എമർജൻസി സിറ്റുവേഷൻ ഒന്നും അല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഡോക്ടറെ കാണാൻ നിൽക്കുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ ഫോർമാലിറ്റി വെച്ചിട്ട് വൈറ്റൽസ് നോക്കുന്നു. വൈറ്റൽസ് എല്ലാം നോർമലാണ്, യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് പോലും ഡോക്ടർ ചെയ്തതുമില്ല. ഡോക്ടർ പറയുന്നു ഓക്കെ, അതിൻ്റെ അലർജൻ മരുന്ന് തരുന്നു. എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ട്, 8 വയസ്സായിട്ട് ഇതുവരെ ആ കൊച്ചിന് ഫുഡ് അലർജിയോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രയറും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി. നമ്മൾക്ക് പറഞ്ഞില്ലേ, ചിലത് നമ്മുടെ ലൈഫിൽ എനിക്കത് ഫീൽ ചെയ്തു, സംതിങ് ബാഡ് തിങ്സ് അല്ലെങ്കിൽ സംതിങ് എറർ ഹാപ്പൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ മക്കളെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു.